കുറച്ച് നാളായിട്ട് ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ പരിപാടികൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പലതരം ഗിഫ്റ്റ് ഹാമ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ആയിക്കോട്ടെ, ഫെസ്റ്റീവ് ആയിക്കോട്ടെ, പാരൻസിനായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. പള്ളിയിലെ അച്ഛന്മാർക്ക് വരെ ഒരു 3-4 അച്ഛന്മാർക്ക് നമ്മൾ ഗിഫ്റ്റ് ഹാമ്പർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് ആദ്യമായിട്ടാണ്. നമ്മൾ 10 കന്യാസ്ത്രീകൾക്കാണ് ഇന്നത്തെ ഗിഫ്റ്റ് ഹാമ്പർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഐറ്റംസും വന്നിട്ടില്ല. പക്ഷെ ഇതെനിക്കിങ്ങനെ പാക്ക് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ നിങ്ങളെ ഒന്ന് കാണിക്കണം തോന്നി. മാത്രമല്ല എനിക്കിതൊരു കൗതുകമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇതൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങനെ വെക്കുന്നേക്കാളും എല്ലാതും അതാത് ബാഗിലേക്ക് ആക്കിയാൽ അത്രയും പണി കഴിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 കന്യാസ്ത്രീകൾക്കാണ് നമ്മൾ ഈ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ പോകുന്നത്. അവർ എന്തോ ഒരു എന്താണ് മരിയ ഡി ചാൻഡൽ കോൺഗ്രിഗേഷൻ്റെ ഒരു 10 സിസ്റ്റേഴ്സിനാണ്, ആ ഒരു കോൺവെൻറ്റിലെ 10 സിസ്റ്റേഴ്സിനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ജൂട്ട് ബാഗാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒരു ബോക്സിലാണ് കൊടുക്കാറ്. പക്ഷേ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആ ബോക്സ് ആകുമ്പോൾ സിസ്റ്റേഴ്സിന് പിന്നെ അത് വേസ്റ്റാണ്. നമുക്ക് വീട്ടിലാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കാം. പക്ഷേ സിസ്റ്റേഴ്സിനാകുമ്പോൾ ഈ ബോക്സ് വേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ജൂട്ട് ബാഗ് ആകുമ്പോൾ സിസ്റ്റേഴ്സിന് ഇപ്പോൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഹാൻഡ് ബാഗ് പോലെ ഇത് യൂസ് ചെയ്യാം. ജൂട്ട് ബാഗാണ്, നല്ല ക്വാളിറ്റിയുള്ള ജൂട്ട് ബാഗാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്, സിബുണ്ട്. അപ്പോൾ ഇത് വേസ്റ്റ് ആവില്ല. അവർക്ക് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്ത് ഇത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിനാണ് നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കസ്റ്റമറുടെ ആവശ്യം ഒരു നട്ട് ബോക്സ് ആയിരുന്നു. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ യൂഷ്വലി ഗിഫ്റ്റ് ഹാമ്പേഴ്സിൽ നട്ട് ബോക്സുകൾ ഒരു ഒരു പൊട്ടുന്ന ടൈപ്പ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. പൊട്ടുന്ന തരം ഒരു ബോക്സാണ്. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ നട്ട്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബോക്സ് വേസ്റ്റാണ്. കാരണം അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സിസ്റ്റേഴ്സിനാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ബോക്സ് കൊടുത്താൽ അവർക്കും അത് വേസ്റ്റാണ്. നമുക്ക് ആ ബോക്സിനും ഒരു 50-65 റേഞ്ചിലുള്ള റേറ്റ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പം സിസ്റ്റേഴ്സിന് പിന്നെയും അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ച് യൂസ് ചെയ്യാൻ പറ്റണം, അവർക്ക് റീയൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു അഭിപ്രായത്തിൽ ഇങ്ങനൊരു ബോക്സ് ആക്കി മാറ്റി നമ്മളത്. അതായത് ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്, പ്ലാസ്റ്റിക് ബോക്സ് ആണ്. ഇത് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റീയൂസ് ചെയ്യാൻ. കണ്ടോ, ക്ലിപ്പായിട്ടാണ് വരുന്നത്. എന്ത് വേണമെങ്കിലും ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ളത് നട്ട്സ് ആണ് കേട്ടോ. കാഷ്യൂ, പിസ്ത, ബദാം, റേസൻസ്, പീനട്ട്സ്, പിന്നെ ഇതാ ഡ്രൈ ഫ്രൂട്ട്സും. ഇത്രയും, അതായത് ഒരു സിസ്റ്ററിന് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുള്ളൂ. കുറേ കൊടുത്തിട്ടും അവർക്ക് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ബോക്സാണ്. അപ്പോൾ ഇങ്ങനത്തെ 10 ബോക്സ് ഇതൊക്കെ നമുക്ക് ഈ ബാഗിൽ ഓരോന്ന് ആക്കണം. അടുത്തൊരു ഐറ്റം ഡേറ്റ്സ് ആണ്. ഇതുപോലെ ഒരാൾക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിൽ ഒരു 100 ഗ്രാംസിൻ്റെ ഒരു ഡേറ്റ് ബോക്സ് ആണ്. അത് ഡാഡി കൊണ്ടുവരാൻ പോയിട്ടുള്ളൂ. അത് വരാനുള്ള ക്ഷമയില്ല, ഉണ്ടായില്ല എനിക്കത്. അതിന് മുമ്പ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചതുകൊണ്ട് അത് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഡേറ്റ്സിൻ്റെ ബോക്സും കൂടി നമ്മളിതിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സിസ്റ്റേഴ്സിന് ഇതൊരു ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഒരു എന്താ പറയുക, അരളിക്ക പറയും, ക്രിസ്ത്യൻസിന് മനസ്സിലാവും. അരളിക്കയാണ്, നല്ല വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. നല്ല ബ്രാസിൻ്റെ നല്ല ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു അരളിക്കയുണ്ട്. ഇതുപോലെ ബോക്സിലാക്കിയിട്ട്, ഇതൊക്കെ സേഫ് ആക്കി ബോക്സിലാക്കിയിട്ട് തന്നെ നമ്മൾ ഈ ബാഗിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ മെയിനായിട്ടൊരു സംഭവം പറഞ്ഞിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് പെന്നാണ്. അതും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളൂ. അത് വരാനൊരു 3-4 ദിവസം കൂടി എടുക്കും. അപ്പോൾ അത് വന്നിട്ട് ഞാൻ അതൊരു വേറെ വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ അതും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ കസ്റ്റമൈസ്ഡ് പെൻസും ചെയ്തു തുടങ്ങി. മുമ്പ് നമ്മൾ പേഴ്സൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മൾ പെൻസും കൂടി ചെയ്തു തുടങ്ങി. ഇപ്പോൾ യൂഷ്വലി നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു 300-350 തൊട്ടാണ് ഏറ്റവും കുറഞ്ഞത് കസ്റ്റമൈസ്ഡ് പെൻസ് ഇപ്പോൾ നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളത് ഏറ്റവും കുറഞ്ഞത് ഒരു 130 റുപ്പീസ് തൊട്ടുള്ള കസ്റ്റമൈസ്ഡ് പെൻസ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. 130 സ്റ്റാർട്ടിംഗ് ആണ്. ഒരു 1000 വരെയുള്ള പെൻസിൽ നമ്മളിങ്ങനെ കസ്റ്റമൈസേഷൻ ചെയ്ത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സിസ്റ്റേഴ്സിന് ചെയ്തിട്ടുള്ളത് 10 പേർക്കും ഒരുപോലെ അവരുടെ കോൺഗ്രിഗേഷൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സെയിൻറ്റിൻ്റെ പേരാണ് നമ്മൾ എൻഗ്രേവ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് ഒരുപോലെ.
അപ്പോൾ അങ്ങനെയും നമ്മൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് പെൻസ് വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു പെന്ന് നമുക്കിതിൽ കീപ്പ് ചെയ്യണം. ആ പെൻ വരുന്നതും ഇതുപോലെ ബോക്സ് ആയിട്ടാണ്, ബോക്സിലുള്ള ഒരു പെന്നാണ് വരുന്നത്. അതിലൊരു 130 റുപ്പീസിൻ്റെ ഒരു പെന്നാണ് വരുന്നത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കീ ചെയിൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇതുള്ളിലിടാണ്ട് നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാവുന്ന പോലെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചു. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഒരു 10 മിഠായും കൂടി വരുന്നുണ്ട് കേട്ടോ. ഒരു 10 നമ്മുടെ മറ്റേ ആ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കിട്ടുന്ന ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, അതാണ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതും സോർട്ട് ചെയ്ത്, അത് കിലോ ആയിട്ടാണ് വെയിറ്റ് ആക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു പൗച്ചിലാക്കിയിട്ട് അതും കൂടി പാക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിസ്റ്റേഴ്സിനായിട്ട് പാക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുള്ള ഓർഡേഴ്സ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഓർഡേഴ്സ് കിട്ടുമ്പോൾ എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ ഓരോരുത്തരും ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഏൽപ്പിക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ള പോലെ, അല്ലെങ്കിൽ ഞാൻ അതൊരു ബിസിനസ്സായിട്ടല്ല, എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. ആ ഒരു ഇഷ്ടത്തിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ആർക്കെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.